അവസ്ഥ നമ്മുടെ ജൂബിലി ഹോസ്പിറ്റലിന്റെ 5ാം ഗേറ്റിന്റെ മുമ്പിലാണ് കേട്ടോ. കണ്ടോ, ഇട്ടിട്ട് ഏറ്റവും നെഗറ്റീവാണ് അവര്. ഇതൊരു വലിയ കുഴി കണ്ടോ. ഇത്രയും വണ്ടികൾ ഡെയിലി പോകുന്നതാണ് ഈ വഴിക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ തൃശ്ശൂര് MG റോട്ടിൽ വെച്ചിട്ട് ഒരു അമ്മയും മോനും അപകടത്തിൽ പെട്ടിട്ട് നമ്മുടെ മോൻ മരിച്ചുപോയി, ഓൺ ദ സ്പോട്ടിൽ പോയി. അപ്പോ അത്രയും ഭയങ്കര കുഴികളാണ് നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിലെ മെയിൻ റോഡുകളിലുള്ളത്. നമ്മുടെ തൃശ്ശൂർ റൗണ്ടിലും ചുറ്റുവട്ടത്തുള്ള റോട്ടിലെ കുളങ്ങള് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. റെഡി? നമ്മുടെ ജൂബിലിയുടെ മുമ്പിലുള്ള കുളങ്ങളാണ് കേട്ടോ. റോട്ടിലെ കുളങ്ങളാണ് ഈ കാണുന്നത്. കണ്ടോ, ഒരു ഹോസ്പിറ്റലിന്റെ മുമ്പിലുള്ള കുളങ്ങളാ പറയണേ. ഇതിലെ പോകുന്ന മേലധികാരികള് ഇതൊന്നും കാണുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മുടെ ഇവിടം തൊട്ട് ഇനി അങ്ങോട്ടേക്ക് നിറയെ കുഴികളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാം. ഒന്നുമില്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ മുമ്പിലത്തെ കാഴ്ചയായി പറയണത്. നമ്മുടെ ഈ കാണുന്ന 7th ഡേ സ്കൂളിന്റെ മുമ്പിലുള്ള റോട്ടിലാണ് ഈ ഒരു അവസ്ഥയുള്ളത്. നടത്തറ കുട്ടനെല്ലൂർ പോകുന്ന വഴിയാണിത്. ജൂബിലി ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് പോകുന്ന ഇത്രയും അപകടം പിടിച്ച ഈ ഒരു വഴി കൂടെ ഒട്ടേറെ ജനങ്ങളാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ ജൂബിലി ഹോസ്പിറ്റലിന്റെ മുമ്പിലുള്ള റോട്ടില് ചെടി നട്ടു വളർത്തിയേക്കാണ്. റോട്ടില് കുഴിയെടുത്തിട്ട്. എങ്ങനെയുണ്ട്? നല്ല ബുദ്ധിയല്ലേ? അടിപൊളിയല്ലേ? സൂപ്പർ കാഴ്ചയാണ്. കണ്ടോ, നമ്മുടെ കേരളത്തിന്റെ തൃശ്ശൂർ ജില്ലയിലെ റോഡുകളിൽ കാണുന്ന കാഴ്ചകളാണ്. കൊല്ലങ്ങളായി ഇവിടെ ഈ ഒരു അവസ്ഥ. ഇപ്പോഴും ഇങ്ങനെ തന്നെ. മഴക്കാലമായാലും നൂറുകണക്കിന് കുട്ടികള് പോകുന്ന വഴിയും പിന്നെ സ്കൂളിന്റെ മുൻഭാഗമാണ്. എന്നിട്ടാണ് ഈ കാണിച്ചു വെച്ചാണ് അവര്. വെക്കേഷന് മുമ്പൊക്കെ തുടങ്ങിയ പരിപാടിയാണ് ഇത്. എന്നിട്ടും ഇങ്ങനെ കാണിച്ചിട്ടേക്കുന്നവര്. അപ്പോ ഇതുവരെ അത് നമ്മളെ ഗവൺമെന്റ് ഓഫീസുകൾ ഇഷ്ടം പോലുള്ള ഏരിയ ആണിത്. എന്നിട്ടാണ് ആരും കണ്ടില്ല എന്ന് വെച്ചിട്ട് ഇതിലൂടെ പോകുന്നത്. മഴക്കാലം ആവുമ്പോഴാണ് ഈ റോഡ് പണി നല്ല കലശലായിട്ട് നടക്കുക. അതിന്റെ ഗുഡ്നെസ് ഇപ്പോ ചെറുപ്പം മുതല് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, മനസ്സിലാവുന്നില്ല. ഒരു റോഡ് ഇപ്പൊ ജനുവരി അല്ലെങ്കിൽ ഡിസംബറിൽ പണി കഴിഞ്ഞാല് മഴക്കാലം മാർച്ച് ലാസ്റ്റ് അല്ലെങ്കിൽ ജൂൺ ജൂലൈ ആ ടൈമിലായിരിക്കും തകൃതിയായിട്ട് റോഡ് പണികൾ കുറ്റിപ്പൊളിയും ഇതൊക്കെ നടക്കുക. എന്തിനാ അത് എന്നുള്ളത് അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. ഇതാണ് പുരാതന കാലം തൊട്ടേ നമ്മുടെ പാലസ് ഗ്രൗണ്ടിന്റെ ബാക്ക് സൈഡ്, അതായത് പുരാവസ്തു മ്യൂസിയത്തിന്റെ അവിടെയുള്ള കാഴ്ചയാണത്. ഏതൊക്കെ ദിവസങ്ങള്, ഏതൊക്കെ കൊല്ലങ്ങള്, ഏതൊക്കെ വർഷങ്ങള്, ഏതൊക്കെ നൂറ്റാണ്ടുകൾ എടുത്താലും ഇവിടുത്തെ കാഴ്ച ഇത് തന്നെയാണ്. കണ്ടോ, ആ ഒരു ഭാഗം എപ്പോഴും കുഴിയും ചേരലും കല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവും. ഈവനിങ് ഒക്കെ ആകുമ്പം ഇവിടെയും ഒടുക്കത്തെ തിരക്കായിരിക്കും. അപ്പോൾ ഇവിടെ എത്തുന്നവരെ ഒന്ന് ബ്രേക്ക് ചവിട്ടുക. നമ്മുടെ അക്കാദമിയുടെ അവിടെ നിന്ന് വടക്കേ സ്റ്റാൻഡ് പോകുന്ന വഴിയാണ്. ഈ റോഡ് ആരും കണ്ടില്ല, കാണുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് ഏതൊരു ദിവസം എടുത്താലും ഇങ്ങനെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ തൃശ്ശൂർ വില്ലേജ് ഓഫീസ് അതിന്റെ മുമ്പിലെ വഴിയാണ് ഈ പറയുന്നത്. നമ്മുടെ വടക്കേ സ്റ്റാൻഡ് പോകുന്ന വഴി കുളങ്ങളുടെ ഏരിയ ആണിത്. വലിയ കുളം എന്താ അവിടെ ഉണ്ട് നമ്മുടെ. അത് കൂടാനുള്ള റിയൽ നാച്ചുറൽ കുളങ്ങളാണ് ഇതൊക്കെ ഇവിടുത്തെ. ഇതും ഇവിടെ ഈ പറഞ്ഞ അവസ്ഥ തന്നെയാണ്. ഏത് കൊല്ലൊക്കെ എടുത്താലും ഏത് വർഷം എടുത്താലും അതാ ഇങ്ങനൊക്കെ തന്നെയാണ്. നമ്മുടെ പമ്പാണ് വടക്കേ സ്റ്റാൻഡിലുള്ള. അതിന് മുമ്പിലത്തെ കുഴികളാണ് ഈ പറയുന്നത്. വടക്കേ സ്റ്റാൻഡ് അതിമനോഹരമായിട്ടുള്ള നമ്മുടെ വടക്കേ സ്റ്റാൻഡ്. അതിന്റെ സൈഡിലായിട്ട് നിറയെ കുളങ്ങൾ, വലിയ കുളം, ചെറിയ കുളങ്ങൾ. നമ്മുടെ അശ്വിനി ജംഗ്ഷനിൽ നിന്ന് ചെമ്പുകാവ് പോകുന്ന വഴിയാണ് കുളങ്ങളുടെ വേറെ ഏരിയ. അതായത് ഈ വഴി എന്ന് പറയുന്നത് നമ്മുടെ അശ്വിനി ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ചെമ്പുകാവ് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. ആ റോഡിലാണ് 1.5 കുഴികളുള്ളത്. രാത്രിയെല്ലാം നല്ല 2 വീലേഴ്സ് ഒക്കെ നല്ല സ്പീഡിൽ വരുവാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ തീരുമാനവും. അപ്പൊ വരുന്ന വഴിക്ക് തന്നെയുള്ള കാഴ്ചയാണ്. റോട്ടിൽ ചെടി വളർത്തിയതാണ്. കാറെല്ലാം എടുത്ത് കളഞ്ഞിട്ട് കുഴി കുത്തിയിട്ട് ചെടി വളർത്തിയേക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് പണി കഴിഞ്ഞാൽ അതൊന്ന് റെഡിയാക്കി പോകാൻ അതില്ല. അത് അവിടെ ഒരു ചെടി നട്ട് വളർത്തിയ അവരുടെ റോഡ് പണി കഴിഞ്ഞാണ് വിചാരം. അതെ, അതിന് കൊല്ലങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ കിടക്കുന്നു. കണ്ടോ, നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിന്റെ മുമ്പിലുള്ള വഴിയാണത്. നമ്മൾ ചെമ്പുകാവിന്ന് വരുമ്പോഴുള്ള ഒരു കുഴിയാണ് കാണുന്നത്. ഇത് അങ്ങനെ കിടന്നോട്ടേന്ന് അവർ വിചാരിക്കാണ്. കാരണം ബാക്കിയുള്ള ഭാഗം ക്ലിയർ ആണ്. അപ്പോൾ ആ ചെറിയ ഭാഗമല്ലേ അങ്ങനെ കിടന്നോട്ടേന്നാണ് അവരുടെ വിചാരം. കണ്ടോ,
അതിലെങ്ങാനും 2 വീലർ വന്ന് സ്പീഡിൽ വന്ന് കയറിയാണല്ലോ തെറിച്ചപ്പം ഈ കാണുന്ന കുഴിയില്ല, ചെറിയ കുഴിയില്ല. അതിന്റെ അപ്പുറത്ത് പിന്നെ ഇച്ചിരി കൂടെ താഴ്ചയുണ്ട്, പരന്നിട്ടാണ് വയ്ക്കാം. ഇതിലൊക്കെ 2 വീലേഴ്സ് വന്ന് കയറിയ ഫ്രണ്ട് വീല് അവിടെ ഇടിച്ച് തെറിച്ചപ്പം റോഡ് പൈപ്പിട്ട് കുത്തി പൊളിച്ചിട്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ഇതും കുറേ നാളുകളായിട്ട് ഈ ഒരു അവസ്ഥയിലാണ് ഈ ഒരു ഭാഗം കിടക്കുന്നത്. നമ്മുടെ പാറമേക്കാവിന്റെ മുന്നിലുള്ള റോഡാണ് കാണുന്നത്. ഇവിടെ കണ്ട എല്ലാം കുത്തി പൊളിച്ചിട്ടേക്കുവാണ്. കുറേ നാളുകളായിട്ട് ഈ ഒരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. സെന്റ് മേരീസിലെ അതുപോലെ സേക്രഡ് ഹാർട്ട്സ് സ്കൂളിലെല്ലാം കുട്ടികൾ നിറയെ വന്ന് പോകുന്ന ഈ ഒരു ഏരിയ ആണിത്. അതുപോലെ മോഡൽ ഗേൾസ് അവിടെ നിന്നുള്ള കുട്ടികളെല്ലാം രാവിലെ വൈകിട്ടൊക്കെ ആയിട്ട് പോകുന്ന ഏരിയ ആണ് ഈ കാണുന്നത്. എന്നിട്ട് അവർക്ക് ഇതൊന്നും കണ്ടിട്ട് ഒരു തീരുമാനമായിട്ടില്ല ഇപ്പോഴും കണ്ടോ. ഇത് നമ്മുടെ റൗണ്ടാണ് കാണുന്നത്. റൗണ്ടിൽ നമ്മൾ കുറുപ്പ റോഡ് കയറി MG റോഡ് പോകുന്ന വഴിയാണ്. ആ ഒരു വളവാണിത്. പൂരത്തിന്റെ ടൈം ആയപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് ടാർ ചെയ്തത് ഇതിന്റെ ഒരു പ്രഹസനത്തിന് വേണ്ടിയിട്ട്. ഇപ്പോൾ അതിന്റെ കല്ലുകളെല്ലാം പൊന്തി ആകെ കുഴികളാണ് അവിടെ ഉള്ളത്. കുഴികളെല്ലാം ആയിട്ട് നിറയെ വണ്ടികൾ ഇങ്ങനെ ആടി ആടി പോകുന്ന അവസ്ഥയാണ് ഈ വഴി കൂടെ കണ്ടോ. അപ്പൊ ഇതൊക്കെ ഒരു പ്രഹസനം മാത്രമാണ്. എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ വരുമ്പോൾ പ്രഹസനം മാത്രമാണ് നമ്മുടെ റോട്ടിലെല്ലാം കാണുന്നത് ഉദ്യോഗസ്ഥരെ. ഇനി നമ്മൾ MG റോട്ടിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇവിടെയാണ് ഇഷ്ടംപോലെ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാവാൻ പോകുന്നതും ആയിട്ടുള്ള വലിയ വലിയ കുഴികളുള്ളത്. അതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം നമ്മൾ MG റോഡിലേക്ക് അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാവുള്ളൂ. പിന്നെ കോട്ട എത്തുന്നേക്കാളും മുമ്പ്, അതായത് കോട്ട സെന്റർ എത്തുമ്പോഴാണ് ഈ വക അങ്കമിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത്രയും വലിയ നിറയെ കുഴികളാണ്. അത്രയും ജനത്തിരക്കായിരിക്കും വൈകിട്ടും രാവിലെയൊക്കെ ട്രാഫിക് ഇവിടെ. ഈ MG റോട്ടിലെ ഇത്രയും വലിയ കുഴികളിൽ വീണിട്ട് ജീവൻ വരെ പോയിട്ടുള്ള അപകടങ്ങൾ ഉണ്ടായപ്പോൾ ഈ റോഡ് പണി ചെയ്യേണ്ട മേലധികാരികൾ വിദേശ ടൂറിലായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പൊ അത്രയും നിസ്സാരക്കാരായിട്ടാണ് ഈ കുഴികൾ അവരെടുത്തേക്കുന്നത്. അത്രയും വലിയൊരു അനാസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മെയിൻ കുഴികൾ നമ്മൾ കാണാൻ പോകുന്നത്, അതായത് നമ്മൾ അതിനോട് വരുമ്പോൾ MG റോഡ് കിടക്കാനായിട്ട് പോകുന്ന വഴിയിലെ കുഴികൾ കാണുന്നത് 6 കുഴികളാണുള്ളത്. അവിടെ കാണാം 6 കുഴികളാണുള്ളത്. കമ്പിപ്പൂത്തിരി കുഴികളാണ് ഇവിടെ ഉള്ളത്. അവിടെ വേറെ സൈഡിൽ മണ്ണുപോലും ചാലുപോലൊക്കെ. ഇനി നമ്മൾ കാണുന്ന കേരളവർമ്മ കോളേജിന്റെ അവിടുന്ന് MG റോഡ് വരുമ്പോഴുള്ള ഈ ഒരു വലിയ കുഴിയാണ്. വണ്ടികളെല്ലാം ചീറിപ്പാഞ്ഞു പോകുമ്പോഴും അവർ പെട്ടെന്നാണ് ഈ ഒരു കുഴികളൊക്കെ കാണുന്നത്. അപ്പോൾ അവർ സഡനായിട്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വണ്ടി മറയലും എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. നമ്മുടെ MG റോഡ് എന്ന് പറയുന്നത് അത്ര ഒരു പേടി സ്വപ്നമാണ്. ഇതിലൂടെ വരുമ്പോൾ ഈ കുഴികളെല്ലാം എല്ലാവരും ശ്രദ്ധിച്ചു പോവുക. ഇല്ലെങ്കിൽ ജീവൻ വരെ പോകുന്ന വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ മേലധികാരികൾ ഈ കുഴികൾ നികത്താനായിട്ട് ഒരു നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഇനിയും മനസ്സിലാവണില്ല. നമ്മുടെ തിരുവമ്പാടി അമ്പലത്തിന്റെ മുമ്പിലുള്ള കുഴികളാണ് ഈ കാണുന്നത്. വടക്കേ ശാലിന്ന് പിന്നീട് അവിടേക്ക് വരുമ്പോഴുള്ള കുഴികളാണ് ഇട്ടത്. പിന്നീട് തൊട്ട് മുമ്പിലുള്ള വലിയ കുഴിയാണ് ഈ കാണുന്നത്. നിങ്ങള് പിന്നീട് ടൂറിസ്റ്റ് ഹോമിന്റെ തൊട്ട് മുമ്പിൽ ആ ടേണില്ല, അതായത് വടക്കേ ശാലിക്ക് പോകുന്ന കുഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാ ബസ്സുകളും അത്രയും ജനങ്ങളും വന്നെത്തുന്ന ഈ ഒരു വടക്കേ ശാലിന്റെ ഇത്രയും മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗത്ത് ഇത്രയും വലിയ കുഴി കാണുമ്പോൾ എന്തുകൊണ്ട് നികത്തുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം. അത്രയും വലിയ കുഴിയാണ് ആ കാണുന്നത്. പെട്ടെന്ന് വരുന്ന വണ്ടികളെല്ലാം അതിൽ ഇടിച്ചു കയറിയാൽ തെറിച്ചാ പോവും. പാറമേക്കാവ് അമ്പലം എത്തുന്നേക്ക തൊട്ട് മുമ്പുള്ള ഭാഗങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ സഹിക്ക വയ്യാതെ നമ്മുടെ പാർട്ടിക്കാര് ബക്കറ്റിൽ അവരുടെ കൊടിയെല്ലാം കൊണ്ടുവച്ചേക്കാണ്. അങ്ങനെയെങ്കിലും നാട്ടുകാർ ഈ കുഴികളെല്ലാം കാണട്ടെ എന്ന് വെച്ചിട്ട് ഹോസ്പിറ്റലിന്റെ മുമ്പിലൂടെ പോകുന്നവരോട് പറയാനുള്ളത് അത്രയും സ്പീഡ് കുറച്ചു പോവാം. സംഭവം മഴക്കാലമായാലും അല്ലെങ്കിലും ചില ഏരിയകളിൽ ആ റോട്ടിലെ വലിയ വലിയ കുഴികൾ അങ്ങനെ തന്നെ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടാ ഈ ഉദ്യോഗസ്ഥര് റെഡിയാക്കാത്തതെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ. അതും മെയിനായിട്ടുള്ള മന്ത്രിമാര് MLA മാരൊക്കെ പോകുന്ന റോഡുകളാണത്. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ഒന്ന് കമന്റ് ചെയ്യുക അതിനെ കുറിച്ചിട്ട് കാര്യങ്ങളൊക്കെ. നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ ആ റോഡുകളിലൂടെ പോകുമ്പോൾ ശ്രദ്ധിച്ചു പോവാം മാക്സിമം. അവര് ഉന്നത അധികാരികൾ കണ്ടിട്ടും അവര് കാണാണ്ട് പോവാണോ എന്താ സംഭവം നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾ എന്തായാലും ആ വഴിയിലൂടെ എല്ലാം പോകുമ്പോൾ ശ്രദ്ധിച്ചു പോവാ. കാരണം അത്രയും വലിയ കുഴികളാണ്. ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ ജീവൻ വരെ പോവാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ട എല്ലാ കുഴികളും മനസ്സിലാക്കണം. നമ്മുടെ റോഡുകളിൽ തൃശ്ശൂർ ജില്ലയിലെ കുളങ്ങൾ മനസ്സിലാക്കി അതിലൂടെ വണ്ടി കൊണ്ടുപോകാതെ സൈഡ് ഒതുങ്ങി പോവാൻ നോക്കാം.